CJPയുടെ പ്രക്ഷോഭം തുടരുന്നതിനാൽ ഡൽഹിയിലെ പ്രധാന മെട്രോ സ്റ്റേഷനുകളെല്ലാം ഇപ്പോൾ DMRC അടച്ചിരിക്കുകയാണ്. പ്രക്ഷോഭകരുൾപ്പെടെ ഈ മെട്രോയിൽ വരുന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനുള്ളത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടുത്തെ രണ്ടാം കവാടമാണ് ഈ കാണുന്നത്. പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ആളുകൾക്ക് പുറത്ത് കിടക്കാനോ അകത്തേക്ക് പോകാനോ സാധിക്കില്ല. നിലവിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന യാത്രക്കാരുണ്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റിലേക്ക്. അവർക്ക് പുറത്തിറങ്ങാനായിട്ട് യാതൊരു വഴിയുമില്ല. യാത്രക്കാർ സഹകരിക്കണമെന്നിപ്പോൾ മെട്രോയും സർക്കാരും ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മെട്രോ സ്റ്റേഷനുകളുണ്ട്. ഈ DMRCയുടെ ലിസ്റ്റ് പ്രകാരം 16 മെട്രോ സ്റ്റേഷനുകളാണ് 10 മണിക്ക് ശേഷം ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. ലോക് കല്യാൺ മാർഗുണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുള്ള മെട്രോ സ്റ്റേഷനാണ്. ആ മെട്രോ സ്റ്റേഷൻ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. മറ്റൊന്ന് രാജീവ് ചൗക്കാണ്, മറ്റൊന്ന് പട്ടേൽ ചൗക്കാണ്. പട്ടേൽ ചൗക്കും രാജീവ് ചൗക്കും എല്ലാം ഈ സെൻട്രൽ സെക്രട്ടേറിയറ്റും എല്ലാം ഈ ജന്തർ മന്ദറിന് സമീപത്തുള്ള മെട്രോ സ്റ്റേഷനുകളാണ്. അവിടേക്ക് കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യത്തിലാണ് പൂർണ്ണമായും ഇപ്പോൾ ഈ മെട്രോ സ്റ്റേഷനുകളെല്ലാം അടച്ചിരിക്കുന്നത്. ബാരക്കമ്പ റോഡ്, സുപ്രീം കോർട്ട്, അതോടൊപ്പം തന്നെ സേവാ തീർത്ത്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സമീപത്തുള്ള മെട്രോ സ്റ്റേഷനാണ് സേവാ തീർത്ത്, അതടച്ചിരിക്കുന്നു. ജൻപത്ത്, മണ്ഡി ഹൗസ്, ഒപ്പം ITO, ഡൽഹി ഗേറ്റ്, ഇന്ദ്രപ്രസ്ഥ, ഖാൻ മാർക്കറ്റ്, ജോർബാഗ്, ശിവാജി സ്റ്റേഡിയം തുടങ്ങി 16 മെട്രോ സ്റ്റേഷനുകളാണ് അല്പസമയം മുമ്പ് DMRC അടച്ചിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ മെട്രോ സ്റ്റേഷനുകൾക്കകത്ത് നിരവധി യാത്രക്കാരുണ്ട്. കാരണം വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന് സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങേണ്ട യാത്രക്കാരുണ്ട്. മണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷനുകളിൽ ഇറങ്ങേണ്ട യാത്രക്കാരുണ്ട്. ലോക് കല്യാൺ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങേണ്ട യാത്രക്കാരുണ്ട്. അവർക്കൊന്നും അവിടെ ഇപ്പോൾ ഇറങ്ങാൻ സാധിച്ചില്ല. ഇതിനെ തുടർന്ന് യാത്രക്കാർ മെട്രോ സ്റ്റേഷനകത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. ഇവിടങ്ങളിൽ ഇറങ്ങേണ്ട ആളുകൾ ഈ തുറന്നിരിക്കുന്ന, അതായത് പ്രശ്നങ്ങളില്ലാത്ത മെട്രോ സ്റ്റേഷനുകളിൽ പോയി ഇറങ്ങണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഡൽഹി മെട്രോ നൽകിയിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് നിലവിൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായി സാധിക്കില്ല. അത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പോലീസിന്റെയും സർക്കാരിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ മെട്രോ ഗേറ്റുകൾ അടച്ചിരിക്കുന്നത്. യാത്രക്കാർ സഹകരിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ ഏതെങ്കിലും നിലയിൽ പ്രതിഷേധങ്ങളോ സമ്മേളനങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകളെ വരുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയാണ് ഇത്തരമൊരു നടപടി സർക്കാർ സ്വീകരിക്കുന്നത്. എന്നാൽ ഈ 16 മെട്രോ സ്റ്റേഷനുകൾ ഒരുമിച്ച് ഡൽഹിയിൽ അടക്കുന്നത് ഒരു ആദ്യ സംഭവമാണ്. അതും ഈ പ്രക്ഷോഭങ്ങൾ, ഈ വിദ്യാർത്ഥി സമരങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. യാത്രക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് ഇപ്പോൾ അവർ രേഖപ്പെടുത്തുന്നുണ്ട്. തങ്ങൾക്ക് പുറത്തിറങ്ങണം, എന്തിനാണ് യാത്രകളെ തടസ്സപ്പെടുത്തുന്നത്, എന്തിനാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ എന്തിനാണ് സർക്കാർ ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത്. ഇനി ഇവർക്ക് ഇവിടെ ഇറങ്ങേണ്ട ആളുകൾക്ക് ഇറങ്ങണമെങ്കിൽ 3-4 മെട്രോ സ്റ്റേഷൻ അപ്പുറത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിലോ മറ്റോ ഇവർക്ക് വരേണ്ട സ്ഥലത്തേക്ക്, അവർക്ക് എവിടെയാണ് എത്തേണ്ടത് അവിടേക്ക് വരേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് യാത്രക്കാർക്കുൾപ്പെടെ നേരിടുന്നുണ്ട്. സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ബസ്സുകൾക്ക് അല്ലെങ്കിൽ ഗതാഗതത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മെട്രോയിൽ കൂടുതൽ ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട്. വിദ്യാർത്ഥികളും യുവാക്കളും എത്തുന്നുണ്ട്. അവരെ തടയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇവിടങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. അമൽ ജോണിനോടൊപ്പം ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം, മീഡിയ 1.